ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് ചേർത്ത ഓപ്പറേഷൻ പോളോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയിൽ പാകിസ്ഥാനെ നെഞ്ചിലേക്ക് ത്രിവർണ്ണ പതാക കുത്തിയിറക്കിയ ഓപ്പറേഷൻ മേഘ്ദൂത്. ടൈഗർ ഹില്ലിലെ ശത്രുപാളയങ്ങളെ തവിട് പൊടിയാക്കിയ ഓപ്പറേഷൻ വിജയ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്ര താളുകളിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ഈ പോരാട്ടങ്ങളുടെ എല്ലാം പിന്നിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, കൊടുങ്കാറ്റിനെ പോലെ ശത്രുവിന് മേൽ പതിക്കുന്ന നമ്മുടെ ജവാന്മാരുടെ അടങ്ങാത്ത പോരാട്ടവീര്യവും ധീരതയും. രണ്ട്, ശത്രുവിന്റെ കോട്ടകളെ തകർത്തെറിഞ്ഞ നമ്മുടെ ആയുധങ്ങളുടെ പ്രഹരശേഷിയും. ബൊഫേഴ്സ് പീരങ്കികളും മിറാഷ് വിമാനങ്ങളും ഇന്ത്യൻ യുദ്ധചരിത്രത്തിൽ ഇതിഹാസം രചിച്ച ആയുധങ്ങളാണ്. എന്നാൽ ഇന്ന് യുദ്ധഭൂമിയുടെ സ്വഭാവം മാറുകയാണ്. ടാങ്കുകൾക്കും മിസൈലുകൾക്കും മുകളിലൂടെ ആകാശത്ത് അദൃശ്യമായി പറന്നു നടക്കുന്ന ചെറിയ ഡ്രോണുകളും കൃത്രിമ ബുദ്ധികളുമാണ് ഇന്ന് ലോകത്തെ വൻ ശക്തികളെ പോലും ഭയപ്പെടുത്തുന്നത്. യുക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും യുദ്ധക്കളങ്ങളിൽ വൻകിട പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കാൻ ഇത്തരം ചെലവ് കുറഞ്ഞ ഡ്രോണുകൾക്ക് കഴിഞ്ഞു. പക്ഷെ ലോകം പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് മാറുമ്പോൾ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. നമ്മുടെ അതിർത്തികളിലേക്ക് കണ്ണുവെക്കുന്ന ഏതൊരു അത്യാധുനിക ഡ്രോൺ വ്യോമാക്രമണ ഭീഷണികളെയും ആകാശത്ത് വെച്ച് തന്നെ കരിച്ചു കളയാൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹാമാന്ത്രിക ആയുധവുമായി ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. പാരസ് ഡിഫൻസ് അതീവ രഹസ്യമായി വികസിപ്പിക്കുന്ന ശത്രുവിന്റെ കഥ കഴിക്കാൻ പോകുന്ന ആ തദ്ദേശീയ ബ്രഹ്മാസ്ത്രം മറ്റൊന്നുമല്ല, റേ സ്ട്രൈക്ക് 9. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തെ മറ്റൊരു സുവർണ യുഗത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ സൃഷ്ടിക്കാൻ പോകുന്ന പുതിയ യുദ്ധവിപ്ലവം എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ CHESS ലബോറട്ടറിയുമായി സഹകരിച്ചാണ് ഈ അത്യാധുനിക ആയുധ സംവിധാനം വികസിപ്പിക്കുന്നത്. ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്ന ആശയം സാധാരണ മിസൈലുകളിലോ വെടിയുണ്ടകളിലോ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഇവിടെ ശത്രുവിനെ ആക്രമിക്കാൻ പോകുന്നത് സ്ഫോടക വസ്തുക്കളോ ലോഹ പ്രൊജക്ടൈലുകളോ അല്ല, പകരം അതിശക്തമായ സാന്ദ്രീകൃത ലേസർ ഊർജ്ജമാണ്. അതായത് പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഊർജ്ജ കിരണമാണ് ലക്ഷ്യത്തെ തകർക്കുന്നത്. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന സാങ്കേതിക വിദ്യ യഥാർത്ഥ യുദ്ധഭൂമിയിലേക്ക് എത്തുന്ന നിമിഷമാണിത്. റേ സ്ട്രൈക്ക് 9ന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ പ്രതികരണ വേഗതയാണ്. പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു ലക്ഷ്യം കണ്ടെത്തണം, ട്രാക്ക് ചെയ്യണം, പിന്നെ ഇന്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപിക്കണം. എന്നാൽ റേ സ്ട്രൈക്ക് 9 ലേസർ കിരണം ഉപയോഗിക്കുന്നതിനാൽ ആക്രമണം ഏകദേശം തത്സമയം നടക്കുന്നു. പ്രത്യേകിച്ച് കൂട്ടത്തോടെ എത്തുന്ന ഡ്രോണുകളെ നേരിടുമ്പോൾ ഇത് അതീവ ഫലപ്രദമാകും. ഇന്നത്തെ യുദ്ധങ്ങളിൽ ഡ്രോൺ സ്വാം ആക്രമണങ്ങൾ വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. നൂറുകണക്കിന് ചെറു ഡ്രോണുകൾ ഒരുമിച്ച് ആക്രമിക്കുമ്പോൾ പരമ്പരാഗത മിസൈൽ സംവിധാനങ്ങൾ ചെലവേറിയതും പരിമിത ശേഷിയുള്ളതുമാകുന്നു. ഓരോ ഡ്രോണിനും കോടികൾ വില വരുന്ന മിസൈൽ ഉപയോഗിക്കുക പ്രായോഗികമല്ല. എന്നാൽ ലേസർ ആയുധങ്ങൾക്ക് ഒരു ഷോട്ട് നടത്താനുള്ള ചെലവ് വളരെ കുറവാണ്. ഇതാണ് റേ സ്ട്രൈക്ക് 9 പോലുള്ള സംവിധാനങ്ങളെ ഭാവിയിലെ യുദ്ധത്തിന്റെ നിർണായക ഘടകമാക്കുന്നത്. റേ സ്ട്രൈക്ക് 9 വിവിധ ശേഷികളിലുള്ള വകഭേദങ്ങളിലാണ് വികസിപ്പിച്ചിരിക്കുന്നത്. 3 കിലോവാട്ട് മുതൽ 9 കിലോവാട്ട് വരെയുള്ള ലേസർ പവർ കോൺഫിഗറേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ സംവിധാനത്തിന്റെ പ്രധാന പ്രവർത്തന രീതി ട്രാക്ക്, ലൊക്കേറ്റ് ആൻഡ് കിൽ മോഡലിലാണ്. ആദ്യം സെൻസറുകൾ ലക്ഷ്യം കണ്ടെത്തും, തുടർന്ന് അതിന്റെ വേഗത, ദിശ, ഭീഷണി നില എന്നിവ വിശകലനം ചെയ്യും. പിന്നെ കൃത്യമായ ലേസർ ബീം ഉപയോഗിച്ച് ലക്ഷ്യത്തെ നിർവീര്യമാക്കും. ഈ മുഴുവൻ പ്രക്രിയയും അതിവേഗ AI നിയന്ത്രിത സംവിധാനങ്ങളിലൂടെ നടക്കുന്നതിനാൽ മനുഷ്യ ഇടപെടൽ വളരെ കുറവായിരിക്കും. റേ സ്ട്രൈക്ക് 9ന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിന്റെ മൊഡുലാർ രൂപകൽപ്പനയാണ്. അതായത് ഇതൊരു പ്ലാറ്റ്ഫോമിൽ ഒതുങ്ങുന്നില്ല. വാഹനങ്ങളിൽ ഘടിപ്പിക്കാവുന്ന രീതിയിലും പോർട്ടബിൾ സംവിധാനമായും സ്ഥിര സൈനിക കേന്ദ്രങ്ങളുടെ പ്രതിരോധത്തിനായും ഇത് ഉപയോഗിക്കാനാകും. അതിർത്തി മേഖലകൾ, സൈനിക ക്യാമ്പുകൾ, വ്യോമതാവളങ്ങൾ, നാവികസേന കപ്പലുകൾ, തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ ഈ സംവിധാനം ഉപയോഗിക്കാനാകും. പ്രത്യേകിച്ച് ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന ചാരപ്രവർത്തനങ്ങളും ആത്മഹത്യാ ആക്രമണങ്ങളും തടയുന്നതിൽ ഇത് നിർണായക പങ്കുവഹിക്കും. ഈ സംവിധാനത്തിന്റെ ഏറ്റവും സങ്കീർണമായ ഭാഗം അതിന്റെ സെൻസർ സ്യൂട്ടും AI അധിഷ്ഠിത ടാർഗറ്റിംഗ് സംവിധാനവുമാണ്. പകൽ രാത്രി പ്രവർത്തിക്കാൻ കഴിയുന്ന ഉയർന്ന റെസല്യൂഷൻ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുക നിറഞ്ഞ യുദ്ധഭൂമികളിലും രാത്രികാല സാഹചര്യങ്ങളിലും കുറഞ്ഞ ദൃശ്യപരിധിയുള്ള കാലാവസ്ഥയിൽ പോലും ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ ഈ സംവിധാനത്തിന് കഴിയും. AI നിയന്ത്രിത അൽഗോരിതങ്ങൾ ലക്ഷ്യങ്ങളുടെ ചലനരീതി വിശകലനം ചെയ്ത് ഏറ്റവും അപകടകാരിയായ ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകും. ഉദാഹരണത്തിന്, ഒരേ സമയം നിരവധി ഡ്രോണുകൾ എത്തുകയാണെങ്കിൽ ഏതാണ് പ്രധാന ഭീഷണിയെന്ന് സിസ്റ്റം സ്വയം തീരുമാനിക്കും. ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ റേ സ്ട്രൈക്ക് 9ന്റെ വരവ് വളരെ നിർണായകമാണ്. ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന അയൽ രാജ്യങ്ങൾ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ വേഗത്തിൽ മുന്നേറുകയാണ്. അതിർത്തി മേഖലകളിൽ ചെറു ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ആയുധക്കടത്തും ഇതിനകം വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. കൂടാതെ ഭാവിയിലെ യുദ്ധങ്ങളിൽ ലോയിറ്ററിംഗ് മുനീഷ്യൻസ് എന്നറിയപ്പെടുന്ന അലഞ്ഞുതിരിയുന്ന ആത്മഹത്യാ ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിക്കുമെന്ന് കരുതപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മാത്രം മതിയാകില്ല. അതിനാൽ കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ ഇന്ത്യക്ക് അനിവാര്യമായി മാറുകയാണ്. റേ സ്ട്രൈക്ക് 9 ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പ്രതിരോധ നയത്തിന്റെ ശക്തമായ ഉദാഹരണവുമാണ്.
ഇതുവരെ ഇത്തരം അത്യാധുനിക ലേസർ ആയുധങ്ങൾ, സാങ്കേതിക വിദ്യകൾ അമേരിക്ക, ചൈന, റഷ്യ, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിലാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയും ആ ക്ലബിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തദ്ദേശീയ ഒപ്റ്റിക്സ്, പവർ സിസ്റ്റങ്ങൾ, കൃത്യതയുള്ള ട്രാക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയുടെ വികസനം ഇന്ത്യയുടെ സാങ്കേതിക സ്വയം പര്യാപ്തതയ്ക്ക് വലിയ മുന്നേറ്റമാണ്. ലോകതലത്തിൽ തന്നെ ഡയറക്റ്റഡ് എനർജി വെപ്പൺ രംഗം അതിവേഗം വളരുകയാണ്. അമേരിക്കൻ സൈന്യം ഇതിനകം ലേസർ പ്രതിരോധ സംവിധാനങ്ങൾ യുദ്ധക്കപ്പലുകളിലും വാഹനങ്ങളിലും പരീക്ഷിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ അയൺ ബീം പോലുള്ള സംവിധാനങ്ങളും വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ റേസ്ട്രൈക്ക് 9 ഇന്ത്യയെ ഭാവിയിലെ പ്രതിരോധ സാങ്കേതിക മത്സരത്തിൽ പിന്നിലാക്കാതിരിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഡ്രോൺ യുദ്ധം വ്യാപകമാകുന്ന കാലഘട്ടത്തിൽ ലേസർ ആയുധങ്ങൾ അടുത്ത തലമുറ വ്യോമ പ്രതിരോധത്തിന്റെ കേന്ദ്രമായി മാറുമെന്ന് പ്രതിരോധ വിദഗ്ധർ കരുതുന്നു. റേസ്ട്രൈക്ക് 9 പോലുള്ള സംവിധാനങ്ങൾ യുദ്ധത്തിന്റെ സാമ്പത്തിക ഗണിതവും മാറ്റുന്നു. ഒരു ചെറിയ ഡ്രോൺ തകർക്കാൻ കോടികൾ വില വരുന്ന മിസൈൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ പ്രകാശകിരണം ഉപയോഗിച്ച് അത് നിർവീര്യമാക്കുന്നത് ഏറെ കാര്യക്ഷമമാണ്. ദീർഘകാല യുദ്ധങ്ങളിൽ ഇതിന്റെ സാമ്പത്തിക നേട്ടം വളരെ വലുതായിരിക്കും. കൂടാതെ പരമ്പരാഗത വെടിമരുന്ന് സംഭരണത്തിന്റെയും വിതരണത്തിന്റെയും ആശ്രയത്വം കുറയ്ക്കുന്നതിനാൽ ലോജിസ്റ്റിക് ഭാരം കുറയും. റേസ്ട്രൈക്ക് 9 എന്നത് കേവലം ഒരു പുതിയ ആയുധ സംവിധാനം മാത്രമല്ല, മറിച്ച് ആഗോള യുദ്ധതന്ത്രങ്ങളുടെ ഭൂപടത്തിൽ ഇന്ത്യ അടയാളപ്പെടുത്താൻ പോകുന്ന പുതിയ അധികാര മുദ്രയാണ്. വെടിയുണ്ടകളെക്കാൾ പ്രകാശകിരണങ്ങൾ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പുത്തൻ യുഗത്തിലേക്കാണ് ലോകം നീങ്ങുന്നത്. കൃത്രിമ ബുദ്ധിയും സെൻസർ നെറ്റ്വർക്കുകളും പ്രകാശവേഗതയും ഒത്തുചേരുന്ന ഈ ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ആധുനിക യുദ്ധമുറയുടെ മുൻനിരയിലേക്ക് ഇന്ത്യ ചുവട് വെച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് വിദേശ ആയുധങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു രാജ്യം ഇന്ന് ശത്രുവിന്റെ അത്യാധുനിക അദൃശ്യ ഭീഷണികളെ പോലും ആകാശത്ത് വെച്ച് ചാരമാക്കാൻ പോകുന്ന തദ്ദേശീയ വിപ്ലവങ്ങൾക്ക് തുടക്കമിടുകയാണ്. അതിർത്തികൾ കാക്കുന്ന ജവാന്മാരുടെ നെഞ്ചിലെ പോരാട്ട വീര്യത്തിന് കരുത്തായി ശാസ്ത്രത്തിന്റെ ഈ പുത്തൻ ബ്രഹ്മാസ്ത്രം കൂടി ചേരുമ്പോൾ ഒന്നുറപ്പിക്കാം: ഇന്ത്യയുടെ ആകാശത്തേക്ക് ഇനി കണ്ണുവെക്കാൻ ഏത് ശത്രുവും ഒന്ന് ഭയപ്പെടും. ആധുനിക യുദ്ധഭൂമിയിലെ ഈ സാങ്കേതിക വിപ്ലവത്തിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഇനി നയിക്കും, വഴികാട്ടും.